ഇക്കഴിഞ്ഞ ദിവസമാണ് മുൻ കോൺഗ്രസ് എം പി സജ്ജൻ കുമാർ അന്തരിച്ചത്. 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് പറയാറുള്ള ഏറ്റവും കുപ്രസിദ്ധമായ പേരാണ് കോൺഗ്രസ് എം പി ആയിരുന്ന സജ്ജൻ കുമാറിന്റെ. പാലം കോളനിയിലുണ്ടായ കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം വ്യാഴാഴ്ചയാണ് സംഭവിച്ചത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലർ ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് കോൺഗ്രസ് ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയായ സജ്ജൻ കുമാർ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനായ ആളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് അരങ്ങേറിയ സിഖ് വിരുദ്ധ കലാപത്തിൽ ആയിരക്കണക്കിന് സിഖുകാരാണ് ഡൽഹിയിൽ മാത്രം കൊല്ലപ്പെട്ടത്. കലാപത്തെ ആളി കത്തിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് സജ്ജൻ കുമാർ വഹിച്ചത്. പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, കലാപകാരികൾക്ക് ഇഷ്ടം പോലെ മദ്യവും പണവും നൽകിയും സജ്ജൻ കുമാർ കലാപം ഇളക്കി വിട്ടുവെന്നാണ് സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഇയാൾ സഞ്ജയ് ഗാന്ധി എന്ന കൊടും ക്രൂരനുമായി ചേർന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്ത്യയുടെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്താൻ ശ്രമിച്ച സഞ്ജയ് ഗാന്ധിയാണ് രാജ്യത്തിന് തീരാക്കളങ്കമായി മാറിയ അടിയന്തരാവസ്ഥ എന്ന പ്രതിഭാസം നടപ്പാക്കിയതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സഞ്ജയ് ഗാന്ധി ഒരിക്കലും ഔദ്യോഗിക സ്ഥാനത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ അമ്മയായ ഇന്ദിരാഗാന്ധിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം, പ്രത്യേകിച്ച് ഹരിയാനയിലെ നേതാവ് ബൻസി ലാലിനൊപ്പം ഇന്ത്യയെ ഭരിക്കുകയായിരുന്നു. എതിരാളികളെ ബലപ്രയോഗത്തിലൂടെ നേരിടാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അദ്ദേഹം പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. ആരെയും വകവെക്കാത്ത, ക്രമസമാധാനത്തിന് നിത്യ ഭീഷണിയായ കുർത്തയും പൈജാമയും ധരിച്ച ഈ യുവ ഗുണ്ടകൾ സഞ്ജയ് ബ്രിഗേഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഗുണ്ടായസിന് ലൈസൻസ് നേടിയ ഇവരായിരുന്നു അയാളുടെ നേതൃത്വത്തിൽ അഴിഞ്ഞാടി കുറെ കാലം ഡൽഹി ഭരിച്ചത്. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേകയും ചാച്ച എന്ന് വിളിക്കുന്ന മുഹമ്മദ് യൂനുസുമായിരുന്നു ഈ വൃത്തങ്ങളിലെ അധികാര കേന്ദ്രങ്ങൾ. സ്റ്റെനോഗ്രാഫർമാരായി എത്തിയ RK ധവാനും യശ്പാൽ കപൂറുമായിരുന്നു മറ്റ് 2 ശക്തി കേന്ദ്രങ്ങൾ. ഗുലാം നബി ആസാദ്, കമൽനാഥ് എന്നിവരും സഞ്ജയ് ഗാന്ധിയുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും സഹോദരങ്ങളായിരുന്നെങ്കിലും ഇരുവരുടെയും സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. ശാന്തനും മൃദുഭാഷിയുമായ രാജീവ് ഗാന്ധി തന്റെ പൈലറ്റ് ജോലിയുമായി ഇറ്റാലിയൻ ഭാര്യയായ സോണിയയുമായി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രകാരിയും ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുമായ പപ്പുൽ ജേക്കർ സഞ്ജയ് ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് പ്രാകൃതനും വഴിപിഴച്ചവനും വിമതനുമായ ഒരു വിനാശകാരി എന്നാണ്. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേക വഴി രാജ്യസഭാ സീറ്റും ഹിന്ദുസ്ഥാൻ ടൈംസ് എഡിറ്റർ സ്ഥാനവും തരപ്പെടുത്തിയ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഖുശ്വന്ത് സിംഗ് പോലും സഞ്ജയ് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് സ്നേഹസമ്പന്നനായ ഗുണ്ട എന്നാണ്. ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ട അവസ്ഥ വന്നാൽ ഇന്ദിരയും കുടുംബവും ശത്രുക്കളുടെ വേട്ടയാടലിന് ഇരയാകും എന്ന വാദം ഉന്നയിച്ചാണ് സഞ്ജയ് ഗാന്ധി 21 മാസത്തെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയെ കൊണ്ട് രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശവും ഇല്ലാതാവുകയും ചെയ്ത ഈ കാലത്ത് സഞ്ജയ് ഗാന്ധി നടപ്പിലാക്കിയ 5 ഇന പരിപാടിയിൽ നിർബന്ധിത വന്ധ്യംകരണവും ചേരി നിർമ്മാർജ്ജനവും വലിയ വിവാദമായി മാറുകയും ചെയ്തു. അവിവാഹിതരും വൃദ്ധരും ഒരു കുട്ടിയുമുള്ള പിതാക്കന്മാരും നിർബന്ധിത വന്ധ്യംകരണത്തിന് ഇരയായി. അതിനുവേണ്ടി പ്രവർത്തിച്ച ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും വന്ധ്യംകരണത്തിന് ആളെ പിടിക്കാൻ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് ലക്ഷ്യം കാണാത്തവരുടെ ശമ്പളം തടഞ്ഞു വെച്ചു, ചിലരെ സസ്പെൻഡ് ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് മുംബൈയിൽ നടന്ന കോൺഗ്രസ് റാലിയിൽ പാടാൻ പ്രശസ്ത നടനും ഗായകനുമായ കിഷോർ കുമാർ വിസമ്മതിച്ചപ്പോൾ സഞ്ജയ് ഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും നിരോധിക്കുകയും ചെയ്തു. ന്യൂസ് ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് മുൻപ് തന്നെ കാണിക്കണമെന്ന് സഞ്ജയ് ഗാന്ധി പറഞ്ഞപ്പോൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി IK ഗുജറാൾ അതിന് വിസമ്മതിച്ചു. ഉടനെ ഗുജറാളിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇന്ദിരാഗാന്ധി നീക്കം ചെയ്യുകയുമുണ്ടായി. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി പിൻവലിച്ചതോടെ സഞ്ജയ് ഗാന്ധിയുടെയും ബ്രിഗേഡിന്റെയും തേർവാഴ്ച അവസാനിച്ചു. 3 വർഷത്തിന് ശേഷം 1980 വിമാന അപകടത്തിലൂടെ സഞ്ജയ് ഗാന്ധി എന്ന ഇന്ത്യ കണ്ട ഒരു ക്രൂരനായ രാഷ്ട്രീയക്കാരൻ കഥാവശേഷനായി. പിന്നീട് സജ്ജൻ കുമാർ അടക്കമുള്ള സഞ്ജയ് ഗാന്ധി ഗ്യാങ് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നു. എന്നാൽ അക്രമങ്ങൾക്ക് സഞ്ജയിനെ പോലെയുള്ള പ്രോത്സാഹനം ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ഇരുന്നതോടെ ഇവരെല്ലാം അധികാരത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുത്തത്. പിന്നീട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഈ സഞ്ജയ് ഗുണ്ടാ ഗ്യാങ്ങിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരികയും ചെയ്തു. സജ്ജൻ കുമാറും ഗുലാം നബി ആസാദും ഒക്കെ കൊലവിളിയുമായി സിഖ് സമുദായത്തെ കൊന്നൊടുക്കാൻ മുന്നിൽ നിൽക്കുകയായിരുന്നു.